ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു എം എസ് സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻ? ഞാൻ നിങ്ങളുടെ സ്വന്തം ഷാഫി സാറാണ്. അപ്പോൾ ഈ വർഷം പഠിക്കാൻ വേണ്ടി വന്ന SSLCൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് വന്ന പുതിയ കുട്ടികളെ നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾ തമ്പനയിലിൽ കണ്ട പോലെ നമ്മുടെ ഇംഗ്ലീഷിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് ഗ്രാമർ കാര്യങ്ങൾ നിങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി പോവാണ്. കാര്യം ഇംഗ്ലീഷ് ഗ്രാമറിന് നോക്കൂ, 10ാം ക്ലാസ്സിൽ SSLC എക്സാമിന് അറൗണ്ട് 20 മാർക്ക് ഉണ്ട്. ഈ 20 മാർക്ക് അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബേസ് ലെവലാവണം. നിങ്ങളുടെ ഗ്രാമറിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ കുറേ ആളുകൾ പറയും ഞങ്ങൾക്ക് ഇത് അറിയാം സാറേ, ഞങ്ങൾക്ക് അത്യാവശ്യം ബേസ് ഒക്കെ ഉണ്ട്. നിങ്ങൾ ഈ ക്ലാസ് കണ്ട് കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും എന്തെന്നറിയോ, നിങ്ങൾക്ക് ഇനിയും ഒരുപാട് പഠിക്കാനുണ്ട് എന്നുള്ളത്. കാര്യം അത്രയും പുതിയ പുതിയ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഞാൻ ഈ ഒരു വീഡിയോയിൽ പഠിപ്പിക്കുന്നുണ്ട്, ഒരു ക്ലാസ്സിൽ പഠിപ്പിക്കുന്നുണ്ട്. അപ്പം നമ്മൾ നേരിട്ട് കാണുന്ന ഈ ഒരു വർഷം ആദ്യമായിട്ടാണ് 10ാം ക്ലാസ്സിൽ വെച്ചിട്ട് ഈ ഒരു ചാനലിൽ, 10ാം ക്ലാസ്സിൻ്റെ ഈ ഒരു ചാനലിൽ ഇംഗ്ലീഷിൻ്റെ ഫസ്റ്റ് ക്ലാസ് ആണിത്. അപ്പം നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ട് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി പോകുന്നത് ഇംഗ്ലീഷ് ഗ്രാമറിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. ശ്രദ്ധിച്ച് കേട്ടോളൂ, നിങ്ങളെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് വെക്കുക. ഞാൻ കൂടുതൽ സംസാരമൊന്നുമില്ല, കൂടുതൽ ക്ലാസ്സിലേക്കാണ് ഫോക്കസ് ചെയ്യുക. എൻ്റെ പേര് എഴുതി വെച്ചുകൊണ്ട് നിങ്ങളൊരു നോട്ട്ബുക്ക് നിങ്ങളുടെ കയ്യിലുണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾക്കത് വളരെ 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 ഹെൽപ്ഫുൾ ആയിരിക്കും. ആ നോട്ട്ബുക്കും ഞാനും നിങ്ങളും തമ്മിൽ ഒരു ഇൻട്രാക്ഷൻ ഈ ഒരു വർഷം മുഴുവൻ എൻഡ് വരെ, നിങ്ങളുടെ SSLCയിൽ A+ നേടിയെടുക്കുന്നത് വരെ ഞാനും നിങ്ങളും നിങ്ങളെ കയ്യിലുള്ള പേനയും നോട്ട്ബുക്കും തമ്മിലൊരു കണക്ഷൻ ഉണ്ടാകും. നമുക്ക് പേഴ്സണലായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അതൊരു ചാനലിലൂടെയും ഗ്രൂപ്പിലൂടെയൊക്കെ ചാനലൈസ് ചെയ്തുകൊണ്ട് കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങളെ പഠനത്തിന് പേഴ്സണൽ മെൻറ്ററിംഗ് ഒക്കെ തന്നുകൊണ്ട് നമ്മളെ ക്ലാസ് എന്ത് ചെയ്യും, മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു പ്ലാനൊക്കെയാണുള്ളത് കേട്ടോ. അപ്പോൾ കൂടെ നിൽക്ക്, ശ്രദ്ധിക്കുക. ഞാൻ ആദ്യം എടുക്കാൻ വേണ്ടി പോകുന്ന ഇംഗ്ലീഷ് ഗ്രാമറിൻ്റെ സ്പെല്ലിംഗ് ആണ് കേട്ടോ. ശ്രദ്ധിച്ച് കേട്ടോളൂ. ഇംഗ്ലീഷ് ഗ്രാമറിൻ്റെ സ്പെല്ലിംഗ് ആദ്യം പഠിച്ചു വെക്കണേ. ഗ്രാമറിൻ്റെ സ്പെല്ലിംഗ് എന്താണെന്ന് അറിയോ? ഗ്രാമറിൽ അമ്മയുണ്ട് എന്ന് പഠിച്ചാൽ മതി. നോക്കൂ നിങ്ങൾ, GRAMMAR എന്നാണ്. കുറേ ആളുകൾ ER എന്ന് എഴുതിക്കും. ER തെറ്റാണ്. എങ്ങനെ പറയണം? പറ, AR ആണ്. ഗ്രാമറിൽ ആരുണ്ട്? പറ, അമ്മയുണ്ട് എന്ന് പഠിച്ചാൽ മതി. അപ്പോൾ ഗ്രാമറിൻ്റെ സ്പെല്ലിംഗ് പഠിച്ചില്ലേ മക്കളെ? നെക്സ്റ്റ് നോക്കിക്കോളൂ കേട്ടോ. എന്താണ് സാറേ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതറിയാത്ത ഒരുപാട് ആളുകളുണ്ട്. ശ്രദ്ധിച്ച് കേട്ടോ കേട്ടോ. സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ വിഷയം എന്നാണ് എല്ലാവർക്കും അറിയാം, വിഷയം. പക്ഷേ ഇംഗ്ലീഷ് ഗ്രാമറിൽ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് അറിയാത്ത കുട്ടികൾ ശ്രദ്ധിച്ച് കേട്ടോളൂ. എക്സാമ്പിൾ, ഞാൻ ഒരു എക്സാമ്പിളോടെ കാണിച്ചു തരാം. നോക്കൂ നിങ്ങൾ, ഹി ഈസ് പ്ലേയിങ് ചെസ്സ്. അവൻ എന്ത് ചെയ്യാണ്? പറ, ചെസ്സ് കളിക്കുകയാണ് എന്ന് പറഞ്ഞു. അവൻ എന്താണ്? പറ, ചെസ്സ് കളിക്കുകയാണ്. ഇതിൽ പ്രവൃത്തി ചെയ്യുന്ന ആളാരാണ്? അവനാണ്. കണ്ടില്ല നിങ്ങൾ? അവൻ അല്ലേ? നോക്കൂ, ഹി എന്ന് പറയുന്ന അവനാണ് അല്ലേ? ഹി എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? പറ, അവൻ. ഞാനത് പഠിപ്പിച്ചു തരാം, ശ്രദ്ധിച്ച് കേട്ടോളൂ കേട്ടോ. അപ്പോൾ ഇതിൽ പ്രവൃത്തി ചെയ്യുന്ന ആളാരാണ്? പറ. ഇത് രാജു ആണെങ്കിൽ എങ്ങനെ പറയാ? രാജു ഈസ് പ്ലേയിങ് ചെസ്. രാജു എന്ത് ചെയ്യാണ്? ചെസ്സ് കളിക്കുകയാണ് എന്ന്. ഇതിൽ പ്രവൃത്തി ചെയ്യുന്ന ആളാരാണ് മക്കളെ? പറ, രാജു അല്ലേ? അപ്പോൾ ഈ രാജുവിനാണ് നമ്മൾ എന്തെന്ന് പറയാ? സബ്ജക്റ്റ്. മനസ്സിലായില്ലേ? അപ്പോൾ രാജു ആണ് സബ്ജക്റ്റ് എന്നല്ല മനസ്സിലാക്കേണ്ടത്, പ്രവൃത്തി ചെയ്യുന്ന ആൾക്കാണ് നമ്മൾ എന്തെന്ന് പറയാ? സബ്ജക്റ്റ് എന്ന് പറയുക. ഇനി ഇംഗ്ലീഷിൽ നമ്മൾ പഠിക്കാം കേട്ടോ. നോക്കൂ നിങ്ങൾ, ഈ വേർഡ് കേട്ടോ, ഡു എന്ന് പറയുന്ന വാക്ക് കേട്ടിട്ടുണ്ടല്ലേ നിങ്ങൾ? വാട്ട് ഈസ് ഡു? എന്താ ഡു എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ചെയ്യുക. എന്താ അർത്ഥം? പറ, ചെയ്യുക. ഓക്കെ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഡുവർ എന്ന് പറയുന്ന വാക്ക്. എന്താ ഡുവർ എന്ന് പറയുന്ന വാക്ക്? കേട്ടിട്ടുണ്ടാവില്ല, പലരും കേട്ടിട്ടുണ്ടാവില്ല. ശ്രദ്ധിച്ച് കേട്ടോളൂ. ഡുവർ എന്ന് പറഞ്ഞാൽ ചെയ്യുന്ന ആൾ. എന്താ അർത്ഥം? പറ, ചെയ്യുന്ന ആള്. ക്ലിയർ? നോക്കൂ നിങ്ങൾ, ഒരു ഐഡിയ കണ്ടോളൂ കേട്ടോ, ഇത് മനസ്സിലായിക്കോളൂ. ഇപ്പോൾ ഡൂവർ എന്ന് പറഞ്ഞാൽ ചെയ്യുന്ന ആള്, പ്ലേ എന്ന് പറഞ്ഞാൽ കളി. അപ്പോൾ കളി ചെയ്യുന്ന ആളാണ് മക്കൾ എന്ത് അറിയോ? പ്ലെയർ. മനസ്സിലായില്ലേ? കളി ചെയ്യുന്ന ആളാണ് പറ, പ്ലെയർ. നോക്കൂ നിങ്ങൾ, ഞാൻ ഡൂവർ ചെയ്യുന്ന ആളാണ്. എന്ത്? ടീച്ച്. അപ്പോൾ ടീച്ച് ചെയ്യുന്ന ആളാണ് ആര്? ഞാൻ. അപ്പോൾ ഞാൻ എന്താണ്? പറ, ടീച്ചർ. മനസ്സിലായില്ലേ? നോക്കൂ, ഡുവർ പ്ലസ് റൈറ്റ് ആണെന്ത്? പറ, റൈറ്റർ. ഡുവർ പ്ലസ് റീഡ് ആണെന്ത്? പറ, റീഡർ. മനസ്സിലായില്ലേ? അപ്പോൾ ഡുവർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പറ, ചെയ്യുന്ന ആള്. അത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് പഠിപ്പിച്ചത് കേട്ടോ. ഡുവർ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? പറ, ചെയ്യുന്ന ആള്. ഇനി എന്താണ് സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ? ശ്രദ്ധിച്ച് കേട്ടില്ലേ? കേട്ടോളൂ. ഡുവർ ഓഫ് ആൻ ആക്ഷൻ. ഡുവർ ഓഫ് ആൻ ആക്ഷൻ. ഒരു പ്രവൃത്തി ചെയ്യുന്ന ആൾക്കാണ് നമ്മൾ എന്തെന്ന് പറയാ? സബ്ജക്റ്റ് എന്ന് പറയുക. കണ്ടില്ല നിങ്ങൾ? ഇതിൽ പ്രവൃത്തി ചെയ്യുന്ന ആരാണ്? പറ, രാജു. രാജു ഈസ് പ്ലേയിങ് ചെസ്സ്. ചെസ്സ് കളിക്കുന്ന ആരാണ്? പറ, രാജു ആണ്. അതിൽ സബ്ജക്റ്റ് ആരാണ്? പറ, രാജു ആണ്. നോക്കൂ, വേറൊരു എക്സാമ്പിൾ നോക്കിക്കോളൂ നിങ്ങൾ. കിരൺ. കണ്ടാ? കിരൺ ഗോസ് ടു സ്കൂൾ. കിരൺ എവിടേക്ക് പോകലുണ്ട്? പറ, സ്കൂളിലേക്ക് പോകലുണ്ട്. ഇതിലെ സബ്ജക്റ്റ് ആരാണ്? പറ, കിരൺ ആണ് എന്ന് അല്ലേ? ഇനി കിരൺ ഇതിന് പകരം അവൻ എന്ന് പറഞ്ഞൂടെ? ഹി എന്ന് പറഞ്ഞൂടെ? പറയാൻ പറ്റും. ഇനി സബ്ജക്റ്റ് എന്താന്ന് ചോദിച്ചാൽ നിങ്ങൾ ഉത്തരം എന്താണ്? പറ, പ്രവൃത്തി ചെയ്യുന്ന ആള്. ഈ പേന വല്ല പ്രവൃത്തിയും ചെയ്യോ? പേന ഒരു പ്രവൃത്തിയും ചെയ്യൂലല്ലോ.
ചെയ്യും. കണ്ടില്ലേ, ഇതിൻ്റെ ഭംഗി നിങ്ങൾക്ക് കാണിച്ചു തരുന്നില്ലേ? ഇറ്റ് ഷോസ് ഇറ്റ്സ് ബ്യൂട്ടി, ഇറ്റ് ഷോസ് ഇറ്റ്സ് ബ്യൂട്ടി അല്ലേ? അപ്പോൾ ജീവൻ വേണമെന്ന് വല്ല നിർബന്ധമുണ്ടോ? ഒരു നിർബന്ധമില്ല. ജീവനുള്ളതോ ജീവനില്ലാത്തതോ എന്തായാലും ഒരു സെൻറ്റൻസിൻ്റെ തുടക്കത്തിലുണ്ടെങ്കിൽ ആ തുടക്കത്തിലുള്ളത് ആ സെൻറ്റൻസിൻ്റെ എന്തായിരിക്കും പറ? സബ്ജക്റ്റ് ആയിരിക്കും. അപ്പോൾ സബ്ജക്റ്റ് എപ്പോഴും എവിടെ ഉണ്ടാവല്? ഒരു സെൻറ്റൻസിൻ്റെ തുടക്കത്തിലായിരിക്കും. അപ്പോൾ കുറച്ച് എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാൻ നോക്കും. നിങ്ങൾക്ക് എപ്പോഴും എല്ലാവർക്കും അറിയുന്ന ഒരു സാധനമല്ലേ ഐ ലവ് യു അല്ലേ? ഐ ലവ് യു. ഇതിൽ നിങ്ങളെ സബ്ജക്റ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് തുടക്കത്തിലുള്ള? ഈ ഐക്കാണ് നമ്മൾ എന്തെന്ന് പറയാ? സബ്ജക്റ്റ് എന്ന് പറയുക. ക്ലിയർ അല്ലേ? അപ്പോൾ സബ്ജക്റ്റ് എപ്പോഴും എവിടെ ഉണ്ടാവല് പറ? തുടക്കത്തിലാണ് ഉണ്ടാവല്. ഇനി സബ്ജക്റ്റുകൾ നിങ്ങൾ പഠിക്കേണ്ട സബ്ജക്റ്റുകൾ ഏതൊക്കെയാണ് ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധിച്ച് കേട്ടോളൂ കേട്ടോ. വെരി ഗുഡ്. സബ്ജക്റ്റ് ആയിട്ട് നമ്മൾ പറയും ഐ, യു, ദേ, വി, ഹി, ഷീ, ഇറ്റ്. ഇതൊക്കെയാണ് നമ്മൾ സബ്ജക്റ്റ് ആയിട്ട് പഠിക്കാനുള്ളത്. ശ്രദ്ധിച്ച് കേട്ടോളൂ കേട്ടോ. ഐ എന്ന് പറഞ്ഞ അർത്ഥം എന്താ മക്കളെ? പറ ഞാനൊരു പ്രവൃത്തി ചെയ്യൂലേ? ഞാനൊരു പ്രവൃത്തി ചെയ്യും. യു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം മക്കളെ? നിങ്ങൾ. അപ്പം നിങ്ങളൊരു പ്രവൃത്തി ചെയ്യൂലേ? നിങ്ങളിപ്പോൾ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കണില്ലേ? അപ്പം നിങ്ങളൊരു പ്രവൃത്തി ചെയ്യും അല്ലേ? നീന്നും വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? യുക്ക് അർത്ഥം വെക്കാൻ പറ്റും കേട്ടോ. ദേ എന്ന് പറഞ്ഞ അർത്ഥം എന്താ മക്കളെ? പറ അവർ. ദേ എന്ന് പറഞ്ഞ അർത്ഥം എന്താ? പറ അവർ. ഞാനല്ല, നിങ്ങളല്ല, മൂന്നാമത്തെ കുറച്ച് ആളുകൾ, അതാണ് ദേൻ്റെ അർത്ഥം അവർ. വി എന്ന് പറഞ്ഞാലോ? നമ്മൾ. വി എന്ന് പറഞ്ഞാലോ? നമ്മൾ. ഇപ്പം നമ്മളെല്ലാവരും. ഇനി ഞങ്ങൾ അല്ലേ? ഞങ്ങൾ ഇവിടെ ഓഫീസിലുള്ള ആളുകളാണെങ്കിൽ ഞങ്ങൾ എന്ന് പറയുന്നതിനും ഇംഗ്ലീഷിൽ എന്താ പറയുക? വി തന്നെയാണ് പറയാന്ന്. മനസ്സിലായില്ലേ മക്കളെ? ഐ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? പറ ഞാൻ. യുവിൻ്റെ അർത്ഥം എന്താണ്? പറ നീ അല്ലെങ്കിൽ നിങ്ങൾ. ദേൻ്റെ അർത്ഥം എന്താണ്? അവർ അല്ലേ? വീൻ്റെ അർത്ഥം എന്താ? പറ നമ്മൾ അല്ലെങ്കിൽ ഞങ്ങൾ. ഇത് മൊത്തത്തിൽ എങ്ങനെ പഠിക്കല്? പണ്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവില്ലേ? അയ്യോ ദേവി അല്ലേ? കേട്ട അയ്യോ ദേവി പഠിച്ചില്ലേ നിങ്ങൾ? നെക്സ്റ്റ് നോക്കിക്കോളൂ. ഹി എന്ന് പറഞ്ഞ അർത്ഥം എന്താ? അവൻ. ഹി എന്ന് പറഞ്ഞ അർത്ഥം എന്താ? പറ അവൻ. ഷീൻ്റെ അർത്ഥം എന്താ? പറ അവൾ. ഇറ്റിൻ്റെ അർത്ഥം എന്താ മക്കളെ? പറ അത് അല്ലെങ്കിൽ ഇത്. അത് അല്ലെങ്കിൽ പറ ഇത്. ക്ലിയർ അല്ലേ? ഇനി ബാബുവിൻ്റെ പേര് വേണമെങ്കിൽ പറയാം. ബാബു ഒരു പ്രവൃത്തി ചെയ്യും, വനജ ഒരു പ്രവൃത്തി ചെയ്യും, ദിസ് പെൻ അല്ലേ? ഇതൊക്കെ എന്താണ്? പറ ഒരു സബ്ജക്റ്റ് ആണ്. അപ്പോൾ ഒരു സെൻറ്റൻസിൻ്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നതിനെ മക്കൾ എന്തെന്ന് പറയാ? സബ്ജക്റ്റ് എന്ന് പറയുക. ക്ലിയർ അല്ലേ? ശ്രദ്ധിക്കുക. ഇതൊക്കെ എന്താണ് സാറേ? ഇപ്പോൾ നോക്കട്ടെ നിങ്ങൾ, എൻ്റെ പേര് ഷാഫി എന്നാണ്. എൻ്റെ പേര് എന്താണ്? പറ ഷാഫി. ക്ലിയർ. ഈ ഷാഫി എന്ന് പറയുന്നത് ഒരു നൗണാണ്. എന്താണ്? പറ നൗണ്. ഈ ഷാഫി, ഇപ്പം ഷാഫിയാണ് ഞാൻ. ഇപ്പം ഷാഫി പഠിപ്പിക്കുകയാണ്. ഷാഫി പഠിപ്പിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? ഷാഫി നന്നായിട്ട് ക്ലാസ് എടുക്കുന്നില്ലേ? ഷാഫിയെ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കൂലല്ലോ. അപ്പം ഷാഫി എന്നുള്ളതിന് പകരം ഞാൻ എന്താ പറയുന്നത്? ഞാൻ എന്നല്ലേ പറയുന്നത്. അപ്പം ഞാനിവിടെ ഉപയോഗിച്ചത് ഷാഫിക്ക് പകരം അല്ലേ? ഷാഫി എന്ന് പറയുന്നത് നൗണാണ്. അതിന് പകരം ഞാൻ ഉപയോഗിച്ചത് എന്താണ്? പറ പ്രോ നൗണാണ്. എന്താ ഉപയോഗിച്ചത്? പറ പ്രോ നൗണ്. ഈ പ്രോ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? പകരം. പ്രോൻ്റെ അർത്ഥം എന്താണ്? പറ പകരം. അപ്പോൾ പ്രോ നൗണ് പറഞ്ഞാൽ അർത്ഥം എന്താ മക്കളെ? പറ നൗണിന് പകരം അല്ലേ? നാമത്തിന് പകരം. കണ്ട, ഷാഫി എന്ന് പറയുന്ന നൗണിന് പകരമാണ് ഞാൻ എന്ത് ഉപയോഗിച്ചു? പറ ഐ അല്ലേ? നിങ്ങൾ ഓരോരുത്തരുടെ പേരിന് പകരം ഞാൻ എന്താ ഉപയോഗിച്ച്? പറ ഇപ്പം രാജു, റസാക്ക്, ജോസഫ് എന്ന് പറയുന്ന നിങ്ങൾ ഓരോരുത്തരുടെ പേരുണ്ടാവും. ആ പേരിന് പകരം ഞാൻ എന്താ ഉപയോഗിച്ചു? പറ നിങ്ങൾ അല്ലേ? ഇനി ഇംഗ്ലീഷ് എന്താ? പറ യു അല്ലേ? ഇന്ന് നോക്കൂ, അവിടെ നിൽക്കുന്ന ജാബിർ, ജബ്ബാർ, ഉസ്മാൻ അല്ലേ? അല്ലെങ്കിൽ ആയിഷ, അങ്ങനെ ഒരുപാട് പേര് അവിടെ നിൽക്കുന്നുണ്ട്. അവർക്ക് പകരം നമ്മളെന്തോ, അവരുടെ പേരിന് പകരം നമ്മളെന്ത് ഉപയോഗിക്കുന്നു? പറ ദേ. ക്ലിയർ അല്ലേ മക്കളെ? ക്ലിയർ അല്ലേ? വെരി ഗുഡ്. ശ്രദ്ധിക്കുക. അപ്പോൾ പ്രൊനൗണാണ്, പ്രൊനൗണ്. ഇനി ഒന്നും അറിയാത്ത ഈ പ്രോൻ്റെ അർത്ഥം എന്താ? ഞാൻ ഇവിടെ എഴുതി പറ പകരം. ഒരു ലാറ്റിൻ വേർഡാണെന്നൊക്കെ പറയുന്നത് കേട്ടോ. ഇപ്പം 2 ക്യാമറ ഒരു ഫോണിന് 2 ക്യാമറ ഉള്ളെങ്കിൽ, ഇത് iPhone 13 ആണ്, 2 ക്യാമറ അല്ലേ? ശ്രദ്ധിച്ച് കേട്ടോ കേട്ടോ. ഇനി 3 ക്യാമറ വന്നാൽ 13 പകരം വന്നതാണ് 13 പ്രോ. കണ്ടാ, 13 പകരം എന്നാണ് പറ 13 പ്രോ. അതിൽ മാക്സിമം സൈസ് ഉണ്ടെങ്കിൽ അതിന് പറയുന്ന പേരാണെന്ന് പറ 13 പ്രോ മാക്സ് എന്ന് പറയുന്നത്. നോക്കൂ, അടുത്തത് 14, 3 ക്യാമറ വന്നാൽ 14 പ്രോ. അതിൽ മാക്സിമം സൈസ് ഉള്ളതാണ് പറ 14 പ്രോ മാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രോ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ മക്കളെ? പറ പകരം. പ്രോ നൗണ് പറഞ്ഞാൽ അർത്ഥം എന്താ? പറ നൗണിന് പകരം. അതാണ് ഞാൻ ഇവിടെ ഉപയോഗിച്ചത്. ഐ, യു, ദേ, വി, ഹി, ഷീ, ഇറ്റ്. ഇത് നിങ്ങൾ പഠിച്ചിരിക്കണം, അറിഞ്ഞിരിക്കണം. വേറെ ഓപ്ഷൻ ഇല്ല. നോട്ട്ബുക്കിൽ എഴുതിയിരിക്കണം, അർത്ഥം പോലും എഴുതിയിരിക്കണം. ഇവിടെ ഇനി ഒരു കാര്യം കേട്ടോളൂ കേട്ടോ. സെറ്റല്ലേ? മനസ്സിലാവുണ്ടല്ലോ കേട്ടോ? ശ്രദ്ധിച്ച് കേട്ടോളൂ. ഇവിടെ ഹി, ഷീ, ഇറ്റ് എന്നൊക്കെ പറഞ്ഞാൽ നോക്കൂ, ബാബു എന്നൊക്കെ പറഞ്ഞാൽ ഒരാളല്ലേ ഉള്ളൂ അല്ലേ മക്കളെ? ഇതിലൊക്കെ ഒരാളല്ലേ ഉള്ളൂ. ഒരാളാവുമ്പോൾ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണെന്ന് മക്കളെ സിംഗുലർ. എന്തെന്നാ വിളിക്കുക? പറ സിംഗുലർ. ഒന്നിൽ കൂടുതൽ ആളുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണെന്ന് മക്കളെ? പറ
പ്ലൂരൽ. എന്തെന്നാ വിളിക്കുക? പ്ലൂരൽ. ഒന്നുകൂടെ പറ, പ്ലൂരൽ. അപ്പൊ സിംഗുലർ എന്താണ്? ഒരാളുള്ളെങ്കിൽ. ഒന്നിൽ കൂടുതൽ ആളുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരെന്താണ്? പറ, പ്ലൂരൽ. അപ്പൊ ഒരു ഡൗട്ട് ഉണ്ട് സാർ, ഞാൻ എന്ന് പറയുന്നതിൽ ഒരാളല്ലേ ഉള്ളൂ, ഒരാളാകുമ്പോൾ ശരിക്കും സിംഗുലർ അല്ലേ ആവേണ്ടിയത്, പക്ഷെ എന്തുകൊണ്ടാണ് സാർ പ്ലൂരൽ എഴുതി? ശ്രദ്ധിച്ച് കേട്ടോളൂ. അതെന്ന് പറഞ്ഞാൽ ഒരാളുള്ളൂ, പക്ഷെ അതിൻ്റെ നിയമം പ്ലൂരലിൻ്റെ നിയമമാണ്. ഒരു കേസിൽ മാത്രം അതിനെന്തായിട്ട് പരിഗണിക്കുള്ളൂ? സിംഗുലർ ആയിട്ട് പരിഗണിക്കുള്ളൂ. ഏതാണ് ആ കേസ് എന്ന് ചോദിച്ചാൽ ഇവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നുണ്ട്, ശ്രദ്ധിച്ച് കേട്ടോ, ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. നോക്കൂ നിങ്ങൾ, ഈസ്, വാസ്, ഡസ്, ഹാസ്. ഒന്നുകൂടെ പറ, ഈസ്, വാസ്, ഡസ്, ഹാസ് എന്ന് പറയുന്ന ഈ ഓക്സിലറി വെർബുകളൊക്കെ അവസാനിക്കുന്നത് എന്തിലാണെന്നറിയോ? എസ്സിലാണ്. എന്തിലാണ്? പറ, എസ്സിൽ. ഇതെല്ലാം എന്തിൻ്റെ കൂട്ടത്തിൽ പോകാനാണ് മക്കളെ? പറ, സിംഗുലറിൻ്റെ കൂട്ടത്തിൽ പോകാനാണ്. എന്തിൻ്റെ കൂട്ടത്തിൽ പോകാനാണ്? പറ, സിംഗുലറിൻ്റെ കൂട്ടത്തിൽ പോകാനാണ്. അതെങ്ങനെയാണ് വരിക എന്നുള്ളതൊക്കെ ഞാൻ കാണിച്ചു തരാം. ഓക്സിലറി വെർബ് എന്താ ഞാൻ കാണിച്ചു തരാം കേട്ടോ. നോക്കൂ നിങ്ങൾ, ഈ വാസിൻ്റെ പാസ്റ്റ് ആണെന്ന്, സോറി പ്ലൂറലാണെന്ന് പറയാം വേറെന്ന് പറയുന്നത്. ക്ലിയർ? സി, ഈസിൻ്റെ പ്ലൂറലാണെന്ന് പറ, ആറെന്ന് പറയുന്നത്. ഇവിടെ നീ നോക്കൂ, ഐൻ്റെ കൂട്ടത്തിൽ പോകാനൊരു സാധനം ഉണ്ട്, ആം, അയാം അല്ലേ? ഈ ആമിൻ്റെ പാസ്റ്റ് എന്താണെന്ന് അറിയോ നിങ്ങൾക്ക്? അയാം എന്നുള്ളതിൻ്റെ പാസ്റ്റ് എന്താണെന്ന് അറിയോ? ഈസിൻ്റെ പാസ്റ്റ് ആർ അല്ലേ, സോറി പ്ലൂറലാണ് ആറ്. പിന്നെ വാസിൻ്റെ പ്ലൂറലാണെന്ന് പറ, വേറെന്ന് പറയുന്നത് അല്ലേ? ഇനി നോക്കട്ടെ, ഈസിൻ്റെ പാസ്റ്റ് എന്താ മക്കളെ? വാസല്ലേ. ആറിൻ്റെ പാസ്റ്റാണ് പറ, വേറ്. ഈ ആമിനൊരു പാസ്റ്റ് വേണ്ടേ? ആമിൻ്റെ പാസ്റ്റ് എന്തെന്നെയാണ്? പറ, വാസ് തന്നെയാണ്. ആമിൻ്റെ പാസ്റ്റ് എന്താ മക്കളെ? പറ, ആമിൻ്റെ പാസ്റ്റ് എന്താണ് വരുന്നത്? പറ, വാസ്. അപ്പോൾ നോക്കൂ, വാസ് അവസാനിക്കുന്നത് എസ്സിലല്ലേ? എസ് ഫോർ സിംഗുലറിൻ്റെ കൂട്ടത്തിൽ പോവാനല്ലേ? എസ് ഫോർ സിംഗുലറിൻ്റെ കൂട്ടത്തിൽ പോവാനല്ലേ? നോക്കൂ, അയാം എന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലേ? ഇനി നോക്കൂ, ഐ വാസ് എന്ന് പറയാൻ പറ്റും. സി, വാസ് സിംഗുലറിൻ്റെ കൂട്ടത്തിൽ പോകാനുള്ളതാണ്. പക്ഷെ ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഐ ഒരു കേസിൽ സിംഗുലർ ആകും. അത് ഈ കേസാണ്. ഏതാ കേസ്? അയാമിൻ്റെ പാസ്റ്റ് എന്തായിരിക്കും മക്കളെ? പറ, ഐ വാസ് എന്നായിരിക്കും. ഈ ഒരു കേസിൽ മാത്രം അതിനെന്തായിട്ട് പരിഗണിക്കുള്ളൂ? സിംഗുലർ ആയിട്ട് പരിഗണിക്കുള്ളൂ എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ക്ലിയർ? ശ്രദ്ധിച്ച് കേട്ടോളൂ കേട്ടോ. ഇനി ഇതൊന്നും ക്ലിയർ ഇല്ലെങ്കിൽ ഞാൻ ഇനി പറയാൻ വേണ്ടി പോണ സമയത്ത് അവിടെ നിന്നൊരു ക്ലാരിറ്റി നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അപ്പോൾ ശ്രദ്ധിച്ച് കേട്ടോളൂ. എൻ്റെ മക്കളെ ഹൃദയത്തിൽ നോട്ട്ബുക്കിൽ എന്ത് വേണമെന്ന് അറിയോ? ഐ, യു, ദേവി എന്ന് പറയുന്നത് പ്ലൂരലാണ്. ഹി, ഷീ, ഇറ്റ് എന്ന് പറയുന്നത് എന്താണ്? പറ, സിംഗുലർ ആണ്. കാര്യം അതിൽ ഒരാളുള്ളൂ. ഐ എന്ന് പറഞ്ഞാൽ ഒരാളുള്ളൂ എങ്കിലും അത് എന്തിൻ്റെ നിയമമാണ്? പ്ലൂരലിൻ്റെ നിയമമാണ്. ഒരു കേസിൽ ഐ സിംഗുലർ ആകും. ഏതാണ് കേസ്? അയാമിൻ്റെ പാസ്റ്റ് എന്താ വരിക മക്കളെ? പറ, ഐ വാസ്. ഇത് വരും. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ സബ്ജക്റ്റ് എന്താണെന്ന് മനസ്സിലായി. ക്ലിയർ ആണോ? സെറ്റാണോ? സെറ്റാണോ? സെറ്റാണെങ്കിൽ ഒരു ലൈക്കൊക്കെ തന്നിട്ട് നിങ്ങളെ ഫ്രണ്ട്സിലേക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പം മക്കളെ, നമ്മുടെ ഈ MS സൊല്യൂഷൻ്റെ RMS എന്ന് പറയുന്ന ഒരു ബാച്ച് ഉണ്ട്, 10ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്കുള്ള കേട്ടോ. 3540 രൂപയുടെ ഒരു ബാച്ച് ഉണ്ട്. അതെന്താണെന്നറിയോ? ഈ ഒരു ബേസിക് ബാച്ചാണത്. നോക്കൂ നിങ്ങൾ, പക്ക ഒരു RMSൻ്റെ ബേസ് ബാച്ചാണ് കേട്ടോ. വെറും 3540 ഉള്ളൂ. നമുക്ക് 4 സെഷനിൽ എന്തുണ്ട്? ബാച്ചുകളുണ്ട്. നോക്കൂ, 4 സെഷൻ ഞാൻ ഇവിടെ കാണിച്ചു തരാം. ഒന്ന് RMS ബാച്ചിൻ്റെ ബേസ് ബാച്ച് 3540. മറ്റൊന്ന് നോക്കൂ നിങ്ങൾ, അതിൻ്റെ ഒരു മെയിൻ ബാച്ച് ഉണ്ട് 4999 ബാച്ചിൻ്റെ. ഓരോ ഫീച്ചേഴ്സും ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓരോന്നിനും പ്രത്യേകത അറിഞ്ഞാൽ മാത്രമാണ് ഇതെന്തിനാണ് ഞങ്ങൾ സാർ ഇത് മേടിക്കേണ്ട ആവശ്യം എന്താണ്, അത് മേടിക്കേണ്ട ആവശ്യമുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. ഓരോന്നും പറഞ്ഞുതരാം. അടുത്ത് നോക്കൂ നിങ്ങൾ, പിന്നെ MS സൊല്യൂഷൻ്റെ മെറ്റീരിയൽ ബാച്ച് ഉണ്ട്. അതായത് നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ മെറ്റീരിയൽ കിട്ടും എന്നുള്ളതാണ്. ഞാൻ ഡീറ്റെയിൽ പറഞ്ഞുതരാം. 6499 രൂപയാണ്. ദെൻ ഫൈനലി ലാസ്റ്റ് ഒരു ബാച്ചും കൂടെ ഉണ്ട്. ആ ബാച്ചിൻ്റെ പേര് എന്താണെന്ന് പറയുന്നത് നിങ്ങൾക്ക് പ്രീമിയം ബാച്ചാണ്. MS സൊല്യൂഷൻ്റെ ദ ടോപ്പ് മോസ്റ്റ് പ്രീമിയം ബാച്ചാണ് 10ാം ക്ലാസ്സിലുള്ള വിദ്യാർത്ഥികൾക്ക്. അത് പിന്നെ 9999 രൂപയുടെ ഈ ഒരു ബാച്ച് ഉണ്ട്. മക്കളെ ശ്രദ്ധിച്ച് കേട്ടോളൂ. ഓരോ ബാച്ചിൻ്റെയും പ്രത്യേകത ഞാൻ ഓരോ ടോപ്പിക്ക് കഴിയുന്ന സമയത്ത് എന്ത് ചെയ്യും? പറഞ്ഞുതരും. നിങ്ങൾക്ക് ഏതാണോ അഫോർഡബിൾ ആയിട്ടുള്ളത് അവിടെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും കേട്ടോ. 3540 രൂപയുടെ ഈ ഒരു കോഴ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ചാപ്റ്റർ വൈസ് റെക്കോർഡഡ് ക്ലാസ്സസ് ആണ് ബേസിക്കലി അതിലുണ്ടാവില്ല. എല്ലാ ചാപ്റ്ററിൻ്റെ റെക്കോർഡഡ് ക്ലാസ്സുകൾ ഉണ്ടാവും. പിന്നെ 1 ഷോട്ട് ക്ലാസ്സസ് ഉണ്ടാവും. അതായത് ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ഒറ്റ വീഡിയോയിൽ ഉണ്ടാവും കേട്ടോ. പിന്നെ എക്സാം ബേസ്ഡ് ക്വസ്റ്റ്യൻസ് അതിലുണ്ടാകും. പിന്നെ MRQ, മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ്, മോസ്റ്റ് യുണീക്ക് ക്വസ്റ്റ്യൻസ്, മോസ്റ്റ് എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ്, അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് അതിലുണ്ടാകും. പിന്നെ ഒരു ടെക്നിക്കൽ സപ്പോർട്ട്. അതായത് നിങ്ങൾക്ക് കിട്ടൽ ഒരു റെക്കോർഡഡ് ക്ലാസ്സുകൾ മാത്രമായിരിക്കും എന്നുള്ളതാണ്. എനിക്ക് 3540 ശരിക്കും 5000 രൂപേൻ്റെ കോഴ്സാണ്. അതിപ്പോൾ എന്താണ് ഒരു ഓഫറായിട്ട് 3540 രൂപക്കാർ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ റെക്കോർഡഡ് ക്ലാസ്സസ് മാത്രം മതി എന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ എന്ത് ചെയ്യാൻ പറ്റും? ഒന്ന് കോൺടാക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഞാനിപ്പോൾ എന്തിനെ കുറിച്ചാണ് പറഞ്ഞത്? ബേസ് ബാച്ചിനെ കുറിച്ചാണ് കേട്ടോ. അടുത്ത ബാച്ചിനെ കുറിച്ച് ഞാൻ എന്ത് ചെയ്യുക? ഓക്സിലറി വെർബിനെ കുറിച്ച് പറഞ്ഞു തന്നിട്ട് അടുത്ത ബാച്ചിനെ കുറിച്ച് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാം കേട്ടോ.
എന്താണ് സാറേ ഓക്സിലറി വെർബ്? ശ്രദ്ധിച്ച് കേട്ടോളൂ. സബ്ജക്റ്റ് എന്താണെന്ന് നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയി കഴിഞ്ഞു. ഇനി ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് ഓക്സിലറി വെർബിനെ കുറിച്ചാട്ടോ. ഞാനിവിടെ ഒരു ഡീറ്റെയിൽ ക്ലാസ് എടുത്തു തരാം. ശ്രദ്ധിച്ച് കേട്ടോളൂ. എന്താണ് ഓക്സിലറി വെർബ്? വെർബ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഒരു പ്രവർത്തിക്കാണ് നമ്മൾ എന്തെന്ന് പറയാം വെർബ്. ഒരു പ്രവർത്തിക്കാൻ നമ്മൾ എന്തെന്ന് പറയാം വെർബ്. എന്താണ് ഓക്സിലറി വെർബ് എന്നുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ച് കേട്ടോളൂ കേട്ടോ. ശരിക്കും പ്ലേ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? കളി എന്നർത്ഥം. കളി നമ്മൾ പറയുന്നത് കളിക്കുക എന്ന് പറയും. എന്തർത്ഥം പറ? കളിക്കുക. വേറൊരർത്ഥമുണ്ട് കളിക്കുന്നു എന്ന്. ശരിക്കും നമ്മൾ എന്ത് ചെയ്യും? അർത്ഥം പറയും കളിക്കുന്നു അല്ലേ. അതിന് വേറൊരർത്ഥം കൂടെ ഉണ്ട്, കളിക്കാറുണ്ട് എന്ന് പറയുന്ന അർത്ഥം എന്തിനുണ്ട്? പ്ലേക്ക് ഉണ്ട് കേട്ടോ. കളിക്കുക, കളിക്കുന്നു, കളിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ പ്ലേൻ്റെ അർത്ഥം എന്താ മക്കളെ? കളി 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 എന്നാണ് അല്ലേ. നോക്കുങ്ങൾ, ഈ കുന്നു കാറുണ്ട് എന്നാണ്ട് ഒഴിവാക്കി നോക്ക്. ബാക്കി പ്ലേൻ്റെ അർത്ഥം എന്താണ്? കളി 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 എന്നാണ്. നമ്മുടെ വകയാണ് എന്ത് പറ? ഈ കുന്നു കാറുണ്ട്. വാട്ട് യു മീൻ ബൈ കുന്നു കാറുണ്ട്? ചെയ്യുക, ചെയ്യുന്നു, ചെയ്യാറുണ്ട് അല്ലേ. കളി ചെയ്യുക അല്ലേ. കളി ചെയ്യുക ഈസ് ഈക്വൽ ടു കളിക്കുക. കളി ചെയ്യുന്നു ഈസ് ഈക്വൽ ടു കളിക്കുന്നു. കളി പ്ലസ് ചെയ്യാറുണ്ട് ഈസ് ഈക്വൽ ടു കളിക്കാറുണ്ട്. നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ പറയലുണ്ടോ? ഞാൻ കളി ചെയ്യാറുണ്ട്, അങ്ങനെ പറയലുണ്ടോ? ഇല്ല, ഞാൻ കളിക്കാറുണ്ട് എന്നല്ലേ പറയാം. അപ്പോൾ ഈ ചെയ്യാറുണ്ട് കളിൻ്റെ ഉള്ളിൽ കയറ്റി വെക്കുകയല്ലേ ചെയ്യുക. ലൈക്ക് ദാറ്റ് ഇൻ ഇംഗ്ലീഷ് ആകെ ഒളിഞ്ഞ് കിടക്കാൻ പറ്റുന്നത് ഈ ഡു ഫാമിലിക്ക് മാത്രമാണ്. ശ്രദ്ധിച്ച് കേട്ടോളൂ. ഇതിൻ്റെ ഉള്ളിൽ ഡു ഉണ്ട് എന്ന് കണ്ടെങ്കിൽ ഒരു വലിയൊരു ഡി കണ്ടോ, ഒരു ഓ കണ്ടോ. അപ്പോൾ പ്ലേൻ്റെ ഉള്ളിൽ എന്തുണ്ട് മക്കളെ? പറ ഡു ഉണ്ട് എന്ന് മനസ്സിലാക്കണം എന്ന്. പ്ലേൻ്റെ ഉള്ളിൽ എന്തുണ്ട്? പറ ഡു ഉണ്ട് എന്ന് മനസ്സിലാക്കണം എന്ന്. ക്ലിയർ? ശരിക്കും പ്ലേൻ്റെ അർത്ഥം എന്താ വരുന്നത്? കളി. ഈ ഡു വന്നപ്പോഴാണ് അതൊരു പ്രവൃത്തിയായി മാറിയത്. എന്ത്? കളിക്കുക, കളിക്കുന്നു, കളിക്കാറുണ്ട് എന്ന്. ഇവിടെ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായി. ഒരു പ്രവൃത്തിക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റൂല. മറ്റൊരു പ്രവൃത്തിയുടെ ഹെൽപ്പ് എന്താണ്? പറ നിർബന്ധമാണ്. നോക്കൂ നിങ്ങൾ, ഹീ അവൻ പ്ലേ അല്ലേ. ഹീ പ്ലേ അവൻ കളി അല്ലേ. ഇങ്ങനൊരു സെൻറ്റൻസ് ആക്കാൻ പറ്റൂല. പക്ഷെ എന്ത് പറയാൻ പറ്റും? പറ ഹീ പ്ലേസ് അവൻ കളിക്കുന്നു. അപ്പോൾ ആ പ്ലേസിൻ്റെ ഉള്ളിൽ എന്തുണ്ട്? പറ ഡസ് എന്ന് പറയുന്ന ഓക്സിലറി വെർബ് ഉണ്ട്. അപ്പോൾ ഒരു പ്രവൃത്തി ആവണമെങ്കിൽ മറ്റൊരു പ്രവൃത്തിയുടെ ഹെൽപ്പ് എന്താണ് മക്കളെ? നിർബന്ധമാണ്. അങ്ങനെ സഹായിക്കുന്ന പ്രവൃത്തികൾക്ക് പറയുന്ന പേരാണ് എന്ത്? പറ ഓക്സിലറി വെർബുകൾ. ഐ റിപ്പീറ്റ്, ഒരു പ്രവൃത്തി ആവണമെങ്കിൽ നോക്കൂ, പ്ലേ എന്ന് പറഞ്ഞാൽ കളി എന്നല്ലേ. ഈ കളിയിൽ നിന്ന് കളിക്കുക എന്നായത് എപ്പോഴാണ്? ഒരു പ്രവൃത്തി ആയത് എപ്പോഴാണ്? അതിനുള്ളിൽ ഡു വന്നപ്പോഴല്ലേ. അപ്പോൾ നോക്കൂ, ഒരു പ്രവൃത്തി ആവണമെങ്കിൽ മറ്റൊരു പ്രവൃത്തിയുടെ ഹെൽപ്പ് നിർബന്ധമാണ്. അങ്ങനെ സഹായിക്കുന്ന പ്രവൃത്തികൾക്ക് പറയുന്ന പേരാണ് എന്ത് മക്കളെ? പറ ഓക്സിലറി വെർബ്. അപ്പോൾ ഞാൻ ഒരു ഡെഫിനിഷനായിട്ട് പറഞ്ഞു തരാൻ പറ്റും. നോക്കൂ, ഇറ്റ് ഹെൽപ്സ്. നോക്കൂ, ഇറ്റ് ഹെൽപ്സ് മെയിൻ വെർബ്. ഇറ്റ് ഹെൽപ്സ് മെയിൻ വെർബ് അല്ലേ. മെയിൻ വെർബിനെ സഹായിക്കുന്ന വെർബുകൾക്ക് പറയുന്ന പേരാണെന്ത്? പറ ഓക്സിലറി വെർബ്സ്. ഏതൊക്കെയാണ് ഓക്സിലറി വെർബ്സ് എന്നുള്ളതാണ് എൻ്റെ മക്കൾക്ക് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് ഇങ്ങനെ ഓരോ ക്ലാസ്സിൽ എടുത്തു തരും. ഇപ്പം നിങ്ങൾ കാണാണ്ട് പഠിക്കേണ്ടത് 3 ഫാമിലിയാണ് ബേസിക്കലി പഠിക്കേണ്ടത്. ഒന്ന് ബി ഫാമിലി, മറ്റൊന്ന് ഡു ഫാമിലി, മറ്റൊന്ന് ഹാവ് ഫാമിലി. അതായത് മനുഷ്യന്മാർ 3 കാര്യങ്ങളെക്കുറിച്ചല്ലാണ്ട് സംസാരിക്കൂല. എത്ര കാര്യങ്ങളെക്കുറിച്ച്? 3 കാര്യങ്ങളെക്കുറിച്ചല്ലാണ്ട് സംസാരിക്കൂല. ഒന്ന് ആവുക, മറ്റൊന്ന് ചെയ്യുക, മറ്റൊന്ന് ഉണ്ടാവുക. ഒന്നുകൂടെ പറ, ആവുക, ചെയ്യുക, ഉണ്ടാവുക. ഈ 3 കാര്യങ്ങളെക്കുറിച്ചല്ലാണ്ട് മനുഷ്യന്മാർ സംസാരിക്കൂല എന്ന്. ഫോർ എക്സാമ്പിൾ നോക്കൂ, ഞാനൊരു ടീച്ചറാണ്. എൻ്റെ ആവലിനെ കുറിച്ചാണ് പറഞ്ഞിട്ട്. ഞാനൊരു ടീച്ചറാണ്. ഇന്നലെ ഞാൻ ടീച്ചറായിരുന്നു. മിഞ്ഞാന്ന് ഞാൻ ടീച്ചറായിട്ടുണ്ടായിരുന്നു. നാളെ ഞാൻ ടീച്ചറാകും അല്ലേ. അല്ലെങ്കിൽ എന്നെക്കൊണ്ട് ടീച്ചറാവാൻ സാധിക്കും. ഒരു പക്ഷേ ഞാൻ ടീച്ചർ ആയേക്കാം. ഇതെല്ലാം എൻ്റെ ആവലായിട്ട് ബന്ധപ്പെട്ടതാണ് എന്ന്. ആവുക എന്ന് പറയുന്ന പ്രോസസ്സായിട്ട് ബന്ധപ്പെട്ടതാണ്. മറ്റൊന്ന് നോക്കൂ നിങ്ങൾ, ചെയ്യൽ എന്ന് പറയുന്ന പ്രോസസ്സ്. എന്താ ചെയ്യുക എന്ന് പറഞ്ഞാൽ അർത്ഥം മക്കളെ? ചെയ്യുക അല്ലേ. ഇപ്പം തീറ്റ അല്ലേ, തിന്നുക എന്ന് പറയുന്ന പ്രവൃത്തി ഇതൊരു ചെയ്യുന്ന പ്രവൃത്തിയാണ്. നോക്കൂ, ഞാൻ ചെയ്യലുണ്ട്. ഞാൻ ഇന്നലെ ചെയ്തു. മിനിയാന്ന് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നാളെ ഞാൻ ചെയ്യും അല്ലേ. ഒരു പക്ഷേ ഞാൻ ചെയ്തേക്കാം. എന്നെക്കൊണ്ട് ചെയ്യാൻ സാധിക്കും എന്നൊക്കെ പറയുന്നത് എൻ്റെ ചെയ്യലായിട്ട് ബന്ധപ്പെട്ടതാണ് ഡു എന്ന് പറയുന്നത്. ബി എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? പറ ആവുക അല്ലേ. ആവുക. ഡു എന്ന് പറഞ്ഞാലോ ചെയ്യുക. ഓക്കെ. ഇനി ഹാവിൻ്റെ അർത്ഥം എന്താ മക്കളെ? പറ ഉണ്ടാവുക. നോക്കൂ, ഐ ഹാവ് എനിക്കുണ്ട്. ഐ ഹാഡ് എനിക്കുണ്ടായിരുന്നു അല്ലേ. നോക്കൂ, നാളെ എനിക്കുണ്ടാവും. ഒരു പക്ഷേ എനിക്കുണ്ടായേക്കാം. എങ്ങനെ എൻ്റെ ഉണ്ടാവലിനെ കുറിച്ചാണ് മനുഷ്യന്മാർ 3 കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുള്ളൂ. ആവുക, ചെയ്യുക, ഉണ്ടാവുക കേട്ടോ. ശ്രദ്ധിച്ച് കേട്ടോളൂ. ആവുക, ചെയ്യുക, ഉണ്ടാവുക. ആവുക ബി ഫാമിലിയിൽ പെട്ടതാണ് മക്കൾ. എന്താരോ? ആം, ഈസ്, ആറ്. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? ആണ്. അടുത്തതിൽ പെട്ടതാണ് എന്ത്? പറ വാസ്, അല്ലെങ്കിൽ പറ വേറ്. ആവലായിട്ട് ബന്ധപ്പെട്ടതാണ് എന്ത്? പറ ആയിരുന്നു. ക്ലിയർ? നോക്കൂ, അടുത്തത് ഡു അല്ലെങ്കിൽ ഡസ്. ഡു അല്ലെങ്കിൽ പറ ഡസ്. ഡു ഡസിന് അർത്ഥം എന്താ?
ചെയ്യുക, അല്ലെങ്കിൽ പറ ചെയ്യുന്നു, അല്ലെങ്കിൽ പറ ചെയ്യാറുണ്ട്. അത് നമ്മൾ നേരത്തെ അർത്ഥം വെച്ചില്ലേ ഇവിടെ? നോക്കൂ നിങ്ങൾ, ചെയ്യുക, ചെയ്യുന്നു, ചെയ്യാറുണ്ട് എന്ന് അർത്ഥം വെച്ചില്ലേ? അപ്പോൾ ആ ചെയ്യുക, ചെയ്യുന്നു, ചെയ്യാറുണ്ട് എന്ന് അർത്ഥമാണ് എന്തിനുള്ളത്? ഡു ഡസ്. അതിൽ പിന്നെ അടുത്ത ഏതായാലും പറ ഡിഡ്. അർത്ഥം എന്താ? ചെയ്തു. ഡിഡിൻ്റെ അർത്ഥം എന്താ? പറ ചെയ്തു. ഓക്കെ, ചെയ്തു. ക്ലിയർ. അടുത്തത് ഹാവ് അല്ലെങ്കിൽ ഹാസ്. ഹാവ് അല്ലെങ്കിൽ പറ ഹാസ്. അർത്ഥം എന്താ? ഉണ്ട്. അപ്പോൾ ഹാഡ് എന്ന് പറഞ്ഞാലോ മക്കളെ? പറ ഉണ്ടായിരുന്നു. ഇതിൻ്റെ മക്കൾ ആദ്യം പഠിച്ചിരിക്കണം. ഏതൊക്കെയാണ്? പറ ആം, ഈസ്, ആർ, വാസ്, വെർ. റിപ്പീറ്റ് പറ. ആം, ഈസ്, ആർ, വാസ്, വെർ. ഡു ഫാമിലിയിൽ ഏതൊക്കെയാണ്? പറ ഡു, ഡസ്, ഡിഡ്. ഒന്നുകൂടെ പറ ഡു, ഡസ്, ഡിഡ്. ഹാവ് ഫാമിലിയിൽ പെട്ടതാണ് ഏതാണ്? പറ ഹാവ്, ഹാസ്, ഹാഡ്. ഒന്നുകൂടെ പറ ഹാവ്, ഹാസ്, ഹാഡ്. മൈൻഡിൽ ഉണ്ടാവണേ. ഈ ഓക്സിലറി വെർബ് നിങ്ങളെ മൈൻഡിൽ ഉണ്ടാവണേ. ബാക്കിയുള്ള ഓക്സിലറി വെർബ് അവിടെ പഠിപ്പിക്കാൻ വേണ്ടി പോവാണ്. ശ്രദ്ധിച്ച് കേട്ടോളൂ കേട്ടോ. ഇതാണ് ഇംഗ്ലീഷിനെ കൺട്രോൾ ചെയ്യുന്നത്. സോ ഇതിനെ വിളിക്കുന്ന പേരാണ് എന്തെന്നറിയോ? പ്രൈമറി ഓക്സിലറി വെർബ്. എന്താ വിളിക്കുക? പ്രൈമറി ഓക്സിലറി വെർബ് കേട്ടോ. ബാക്കിയുള്ള ഓക്സിലറി വെർബാണ് വില്ല്, വുഡ്. ഏതാണ്? പറ വില്ല്, വുഡ്. അടുത്തത് ഏതാ? ഷാള്, ഷുഡ്. ഷാള്, ഷുഡ്. അടുത്തത് ക്യാന്, കുഡ്. ക്യാന്, കുഡ്. മേ, മൈറ്റ്. MAY നാട്ടോ. മേ, മൈറ്റ്. അപ്പോൾ വിൽ, വുഡ്, ഷാൾ, ഷുഡ്, ക്യാൻ, കുഡ്, മേ, മൈറ്റ്. ഒന്നുകൂടെ പറഞ്ഞു നോക്ക്. വിൽ, വുഡ്, ഷാൾ, ഷുഡ്, ക്യാൻ, കുഡ്, മേ, മൈറ്റ്. വെഷ്കണുമ്മ എന്ന് ആലോചിച്ചാൽ മതി. കണ്ട വെഷ്കണുമ്മ. വിഷ്കണുമ്മ അല്ലേ? എങ്ങനെ ആലോചിച്ചാൽ കിട്ടും? വിൽ, വുഡ്, ഷാൾ, ഷുഡ്, ക്യാൻ, കുഡ്, മേ, മൈറ്റ്. അടുത്ത നോക്കോട്ടോ. ചുണ്ട് ഇങ്ങനെ കൂട്ടിപ്പിടിച്ച് എങ്ങനെ ഒരു സ്പെല്ലിംഗ് കിട്ടും? ഓ എന്ന് പറയുന്ന സ്പെല്ലിംഗ്. അപ്പോൾ അടുത്തത് ought to. എന്താ വരുന്നത്? പറ ought to. ഏതാ വരിക? ought to. ഓ കഴിഞ്ഞ അടുത്ത സ്പെല്ലിംഗ് യു അല്ലേ? അപ്പോൾ അടുത്തത് used to. എങ്ങനെ പറയാ? used to. ചുണ്ട് ഇങ്ങനെ പിടിച്ചാൽ മതി. ought to, used to. ഒന്നുകൂടെ പറഞ്ഞു നോക്ക്. ought to, used to. ഇട്ടാ ശ്രദ്ധിക്കുക. അടുത്ത് ചിരിച്ചൊക്കെ നിങ്ങൾ പറ മസ്റ്റ്. കണ്ട നിങ്ങൾ മസ്റ്റ്. മസ്റ്റിന് മാത്രം വായിച്ചാൽ മതി. നിങ്ങൾ മസ്റ്റ്. അടുത്തത് ഏതെന്നറിയോ? നീഡ്. ഈ നീഡ് എന്ന് പറയുന്ന സാധനം ഡീലല്ലേ അവസാനിച്ചത്? അടുത്തത് ഡയറ്. എന്താ വന്ന് പറ ഡയറ്. മസ്റ്റിന് വായടക്കുക. മസ്റ്റ്, നീഡ്, ഡയറിന് വായടക്കണ്ട. കണ്ട ought to, used to, മസ്റ്റ്, നീഡ്, ഡയറ്. സെറ്റ്. മനസ്സിലായിട്ടുണ്ടാകും വിശ്വസിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഞങ്ങൾ 24 ഓക്സിലറി വെർബ് പഠിച്ചു. എത്ര ഓക്സിലറി വെർബ് പഠിച്ചു? പറ 24 ഓക്സിലറി വെർബ്സ്. അപ്പോൾ എത്ര ഓക്സിലറി വെർബ് ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. എന്നാൽ കേട്ടോളൂ. 24 ഓക്സിലറി വെർബുകളാണ് പഠിക്കാനുള്ളത്. ആൽഫബറ്റ് 26 ആണ്. എന്നാൽ ഓക്സിലറി വെർബ് 2 കുറഞ്ഞിട്ട് എത്രയേ ഉള്ളൂ? പറ 24 ഉള്ളൂ. ആ 24 നിങ്ങൾ പഠിച്ചു. ഏതൊക്കെയാണ്? പറ ആം, ഈസ്, ആർ, വാസ്, വേർ, ഡു, ഡസ്, ഡിഡ്, ഹാവ്, ഹാസ്, ഹാഡ് അല്ലേ? ശ്രദ്ധിക്കുക. ദെൻ വിൽ, വുഡ്, ഷാൾ, ഷുഡ്, ക്യാൻ, കുഡ്, മേ, മൈറ്റ്, ought to, used to, മസ്റ്റ്, നീഡ്, ഡയർ. സെറ്റ് ആയിരിക്കണം കേട്ടോ. ശ്രദ്ധിക്കണം. അപ്പോൾ ഓക്സിലറി വെർബ് പഠിച്ചു. ഇനി ഓക്സിലറി വെർബ് പഠിച്ചു കഴിഞ്ഞാൽ ഞാൻ അടുത്ത ബാച്ചിനെ കുറിച്ച് പറഞ്ഞുതരാമെന്ന് പറഞ്ഞിരുന്നു. 6000 രൂപക്ക് കൊടുക്കുന്ന ഒരു കോഴ്സ് ഉണ്ട്. 4999 രൂപക്ക്. നോക്കൂ, ഇതിൻ്റെ മെയിൻ ബാച്ചാട്ടോ. RMSൻ്റെ ഒരു മെയിൻ ബാച്ചാണ്. അതിൻ്റെ ഫീച്ചേഴ്സ് പറഞ്ഞുതരാം. ലൈവ് മറ്റുള്ള റെക്കോർഡ് ക്ലാസ് മാത്രമല്ല ഉണ്ടായിരുന്നുള്ളൂ. ഇത് ലൈവ് ക്ലാസ് ഉണ്ടാവും കേട്ടോ. മാത്രമല്ല ടെക്സ്റ്റ് ബുക്ക് ലൈൻ ബൈ ലൈനായിട്ട് നമ്മൾ എന്ത് ചെയ്യും? അതിൽ ആ ആപ്പിൽ എടുത്ത് തരുന്നുണ്ട്. ലെവൽ 1 ആൻഡ് ലെവൽ 2 ലെവൽ 3 പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ശ്രദ്ധിച്ച് കേട്ടോ. ഓരോ ബാച്ചിനും അതിൻ്റേതായ പ്രത്യേകതകൾ കൊടുത്തുകൊണ്ട് മാത്രമാണ് ഇതിൻ്റെ പ്രൈസിങ്ങിലുള്ള മാറ്റം കേട്ടോ. ദെൻ MRQ, MCQ, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഫോർ ഓൾ എക്സാം. ഏത് എക്സാമിനും ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ എന്ത് ചെയ്യും? തന്നിരിക്കും എന്നുള്ളതാണ് ഈ ഒരു കോഴ്സിൻ്റെ പ്രത്യേകത. മറ്റൊന്ന് മെൻറ്റർഷിപ്പ് ഗൈഡൻസ്. നിങ്ങൾക്ക് ഒരു ഗൈഡായിട്ടൊരു മെൻറ്റർ എപ്പോഴും നിങ്ങളെ കൂടെ ഉണ്ടാവും. ദെൻ 3 ഷെഡ്യൂൾഡ് പാരൻസ് മീറ്റിംഗ്. നിങ്ങളെ പാരൻസിനായിട്ട് എന്ത് ചെയ്യും? ഒരു മീറ്റിംഗ് നടത്തും. കാര്യം ഏതെങ്കിലും കുട്ടികളെ വീക്ക് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ചില കുട്ടികൾക്ക് കുറച്ചുകൂടി ഏതെങ്കിലും വിഷയത്തിൽ കുറച്ച് ബാക്ക് ആണെന്നുണ്ടെങ്കിൽ പാരൻസ് മീറ്റിങ്ങിൽ എന്ത് ചെയ്യുന്ന അറിയോ? ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനൊക്കെ നമുക്കൊരു സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റുന്നില്ല കേട്ടോ. അപ്പോൾ അതാണ് നമ്മുടെ RMSൻ്റെ മെയിൻ ബാച്ച്. വെറും 4999 രൂപക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഈ 2 നമ്പറിൽ നോക്കൂ. നിങ്ങൾ 8075125031 എന്ന് പറയുന്ന നമ്പറിലോ അല്ലെങ്കിൽ 7012 ദെൻ 670 എന്ന് പറയുന്ന ഈ 2 നമ്പറിൽ കോൺടാക്ട് ചെയ്താലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ആ 2 ബാച്ചിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. അടുത്തൊരു ബാച്ചിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് നമുക്ക് എന്താണ് വെർബ് എന്ന് പഠിക്കാൻ പറ്റും. വാട്ട് ഈസ് വെർബ് ഇൻ ഇംഗ്ലീഷ്? വെർബ് എന്ന് പറഞ്ഞാൽ പലരും പല കോലത്തിലാണ് പഠിപ്പിക്കുന്നത്. ഞാൻ പഠിപ്പിക്കുന്നത് കറക്റ്റ് പഠിച്ചോളൂ കേട്ടോ. വെർബ് ഈസ് ആൻ ആക്ഷൻ. വെർബ് ഈസ്
ആൻ ആക്ഷൻ. വെർബ് എന്ന് പറഞ്ഞാൽ ഒരു ആക്ഷൻ ആണ് കേട്ടോ, ഒരു ആക്ഷൻ, ഒരു പ്രവർത്തിക്കാണ് നമ്മൾ വെർബ് എന്ന് പറയാം. അല്ലെങ്കിലോ വെർബ് ഈസ് എൻ ആക്ഷൻ, അല്ലെങ്കിൽ നോക്കൂ ഈസ് എ സ്റ്റേറ്റ്, അല്ലെങ്കിലോ ഈസ് എ സ്റ്റേറ്റ്, ഒരവസ്ഥക്കാണ് നമ്മൾ വെർബ് എന്ന് പറയാം. അല്ലെങ്കിലോ വെർബ് ഈസ് ആൻ എക്സ്പീരിയൻസ്, ഒരവസ്ഥക്കും നമ്മൾ എന്തെന്ന് പറയും, പിന്നെ എക്സ്പീരിയൻസ്. ഓക്കെ, എക്സ്പീരിയൻസ്. അപ്പോൾ വെർബ് എന്ന് പറഞ്ഞാൽ നോട്ട് ഓൺലി ആൻ ആക്ഷൻ ബട്ട് ഓൾസോ സ്റ്റേറ്റ് ആൻഡ് എക്സ്പീരിയൻസ്. മനസ്സിലാവുണ്ടോ? എക്സാമ്പിളോടെ കാണിച്ചു തരാം. ഇപ്പം ഈറ്റ് എന്ന് പറഞ്ഞാൽ തിന്നുക എന്ന് പറയുന്നത് ഒരു ആക്ഷനാണ്, ഒരു പ്രവൃത്തി. രാജു ഈസ് എ ഡോക്ടർ, രാജു ഡോക്ടർ ആകുന്നു. ആവുക എന്ന് പറയുന്ന അവൻ്റെ സ്റ്റേറ്റ്, അവൻ്റെ അവസ്ഥ ഉണ്ടാവില്ലേ, അതെന്താണ് പറ, അതൊരു പിന്നെ വെർബാണ്. ക്ലിയർ? നെക്സ്റ്റ് നോക്കിക്കോളൂ, ഒരു പ്രവൃത്തി ആട്ടോ. ദെൻ നെക്സ്റ്റ് നോക്കിക്കോളൂ, സോറി, ഒരു സ്റ്റേറ്റ് ആണ്. അടുത്തൊരു എക്സ്പീരിയൻസ് ആണ്. ഐ സ്മെൽ, അല്ലേ, ഐ സ്മെൽ, അല്ലെങ്കിൽ ഹീ സ്മെൽസ്, അവൻ എന്ത് ചെയ്യുന്നു പറ, സ്മെല്ല് ചെയ്യുന്നു എന്ന് ഞാൻ ഇവിടെ പറഞ്ഞു. ശ്രദ്ധിച്ച് കേട്ടോളൂ കേട്ടോ. ഈ സ്മെൽ എന്ന് പറയുന്ന സാധനമല്ലേ അവൻ എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ് എന്നല്ലേ, അതൊരു ആക്ഷൻ ഒന്നുമല്ല. അവൻ സീ ചെയ്യുന്നു അല്ലേ, കാണുക എന്ന് പറയുന്ന പ്രോസസ്സല്ലേ, അത് എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ വെർബ് എന്ന് പറഞ്ഞാൽ നോട്ട് ഓൺലി ആൻ ആക്ഷൻ ബട്ട് ഓൾസോ സ്റ്റേറ്റ് ഓർ എക്സ്പീരിയൻസ്. ക്ലിയർ അല്ലേ മക്കളെ? ശ്രദ്ധിച്ച് കേട്ടോളൂ കേട്ടോ. അപ്പോൾ ഇനി ഈ വെർബിനെ കുറിച്ച് ഞാൻ എന്ത് ചെയ്യുക, ഒരു ഡീറ്റെയിൽ ക്ലാസ് എടുത്തു തരാം. അതാണ് ഞാൻ പഠിപ്പിക്കാൻ വേണ്ടി പോകുന്നത്. നേരത്തെ പറഞ്ഞ പോലെ പ്ലേ എന്ന് പറയുന്ന വാക്കിൻ്റെ ഉള്ളിൽ എന്തുണ്ടായിരുന്നു പറ, ഡു ഉണ്ടായിരുന്നു. ഞാൻ നേരത്തെ കാണിച്ചു തന്നു, നിങ്ങൾക്ക് ഓൾറെഡി കാണിച്ചു തന്നില്ലേ. ഈ കാണിച്ചു തന്ന വിദ്യാർത്ഥികൾക്ക് നിങ്ങൾ മനസ്സിലാക്കണം, ആകെ ഇംഗ്ലീഷിൽ ഒളിഞ്ഞു കിടക്കാൻ പറ്റുന്ന ഒരു ഓക്സിലറി വെർബ് ഏത് മാത്രമാണ്, ഡു ആണ്. നിങ്ങൾ മനസ്സിലായില്ലേ? നോക്കൂ, നിങ്ങൾ ഡൂവർ എന്ന് ഒളിഞ്ഞു കിടക്കുമ്പോഴാണ് പ്ലെയറായി മാറുന്നത്, അല്ലേ? ഡൂവർ ഒളിഞ്ഞു കിടക്കുമ്പോഴാണ് എന്തായി മാറുന്നത് പറ, പ്ലെയർ ആയി മാറുന്നത്. ക്ലിയർ? ഇനി ശ്രദ്ധിച്ച് കേട്ടോളൂ കേട്ടോ. ഡൂവിൻ്റെ കുറച്ച് ഫോംസ് ഉണ്ട്. ഡു ഉണ്ട്, ഡസ് ഉണ്ട്, ഡൂയിങ് ഉണ്ട്, ഡിഡ് ഉണ്ട്, ഡൺ ഉണ്ട്. ഡൂവിൻ്റെ വ്യത്യസ്ത ഫോമുകളാണ്. നേരത്തെ പറഞ്ഞ പോലെ ഡൂവറും ഉണ്ട്, വെറുതെ മനസ്സിലാക്കി വെക്കുക, ഡൂവർ ഉണ്ട്. നോക്കൂ, ഡൂവർ പ്ലസ് പ്ലേ എന്താ വന്നത് മക്കളെ, പ്ലെയർ അല്ലേ നമുക്ക് കിട്ടിയത്. ഡൂവർ പ്ലസ് പ്ലേ എന്താ കിട്ടിയത് പറ, പ്ലെയർ. എന്നാൽ ഡു പ്ലസ് പ്ലേ എന്താ കിട്ടുക, ഡു പ്ലസ് പ്ലേ എന്താ കിട്ടുക, പ്ലേ. ഡു പ്ലസ് പ്ലേ എന്താ കിട്ടുക, പ്ലേ. ശ്രദ്ധിച്ച് കേട്ടോളൂ, പ്ലേ എന്ന് പറയുന്ന വാക്കിൻ്റെ ഉള്ളിൽ ഡു ഉണ്ട് എന്ന്, അല്ലേ? വെറുതെ ഒരു പ്ലേ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ എന്തുണ്ട് പറ, ഡു ഉണ്ട് എന്ന്. അപ്പോൾ ഇതിന് നമുക്ക് എന്ത് ഫോം എന്ന് വിളിക്കാൻ പറ്റും പറ, റൂട്ട് ഫോം എന്ന് വിളിക്കാൻ പറ്റും. എന്ത് ഫോം എന്ന് വിളിക്കാൻ പറ്റും പറ, റൂട്ട് ഫോം. ക്ലിയർ അല്ലേ മക്കളെ? എന്ത് ഫോം എന്ന് വിളിക്കുക, റൂട്ട് ഫോം കേട്ടോ. അടുത്ത് നോക്കിക്കോളൂ, ഫോം കിട്ടോ, ഇവിടെ ഫോം എന്നുണ്ട്. ക്ലിയർ? ഇനി പ്ലേൻ്റെ ഉള്ളിൽ ഡസ് കയറ്റി കൊടുത്തു നോക്കും നിങ്ങൾ. പ്ലേൻ്റെ ഉള്ളിൽ ഡസ് കയറ്റി കൊടുത്താൽ എന്താ കിട്ടുക, പ്ലേസ്. ഇതിൻ്റെ എന്ത് ഫോമാണെന്നറിയോ, യെസ് ഫോം. എന്ത് ഫോം എന്നാ പറയാ, യെസ് ഫോം. അതിൻ്റെ ഉള്ളിൽ എന്തുണ്ടാവും പറ, ഡസ് ഉണ്ടാകും എന്ന്. അടുത്ത നോക്കിക്കോളൂ, ഡൂയിങ്. പ്ലേൻ്റെ ഉള്ളിൽ ഞാൻ ഡൂയിങ് കയറ്റി കൊടുത്താൽ അതെന്താ വായിക്കാമെന്നറിയോ, പ്ലേയിങ്. എന്താ വായിക്കുക പറ, പ്ലേയിങ്. ഓക്കെ, അപ്പോൾ പ്ലേയിങ്ങിനെ സ്പ്ലിറ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഞങ്ങൾക്ക് എന്താ കിട്ടുക, ഡൂയിങ് പ്ലസ് പ്ലേ എന്താ കിട്ടുക, പ്ലേയിങ് എന്നാ കിട്ടുക കേട്ടോ. ക്ലിയർ? ദെൻ നോക്കൂ, അപ്പോൾ ആ ഫോമിൻ്റെ പേരെന്താ മക്കളെ പറ, ING ഫോം. എന്താ വിളിക്കുക, ING ഫോം. ഇനി ഡിഡെങ്ങാനും പ്ലേൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ശ്രദ്ധിച്ച് കേട്ടോളൂ, അത് വായിക്കൽ എന്താണെന്നറിയോ, പ്ലേഡ് എന്നാ വായിക്കുക. എന്താ വായിക്കുക പറ, പ്ലേഡ്. ഈ പ്ലേഡ് എന്ന് പറയുന്നത് ഡൂവിൻ്റെ എന്ത് ഫോമാണെന്നറിയോ, പ്ലേൻ എന്ത് ഫോം ആണെന്നറിയോ, പാസ്റ്റ് ഫോം. എന്ത് ഫോം എന്നാ വിളിക്കുക പറ, പാസ്റ്റ് ഫോം. പ്ലേ, കളിക്കുക, പ്ലേഡ്, കളിച്ചു, കഴിഞ്ഞതാണ് എന്ന്. ക്ലിയർ? അടുത്ത് നോക്കിക്കോളൂ, ഡണ്ണ് കയറി കഴിഞ്ഞാൽ, പ്ലേനുള്ളിൽ ഡണ്ണ് കയറി കഴിഞ്ഞാൽ അതും വായിക്കൽ അതെങ്ങനെ വായിക്കേണ്ടതെന്ന് അറിയോ, പ്ലേഡ് തന്നെയാണ് വായിക്കുക. പ്ലേൻ്റെ ഉള്ളിൽ ഡിഡ് കയറിയാലും പ്ലേഡ് ആണ്, ഡണ്ണ് കയറിയാൽ എന്താ വരിക, പ്ലേഡ് ആണ്. അതെന്താ കാരണം എന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ശ്രദ്ധിച്ച് കേട്ടോളൂ. ഈ ഒരു ഡണ്ണ് കയറിയാൽ അതിനെ വിളിക്കുന്ന പേരെന്താണെന്നറിയോ, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. എന്ത് വിളിക്കുക പറ, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. ഒന്നുകൂടെ പറ, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. ഇനി ഞാൻ ഇപ്പുറത്തെ ഒരു സ്പേസ് വെച്ചിട്ട് ആ സ്പേസ് എന്തിനാന്ന് ഞാൻ അവിടെ കാണിച്ചു തരാം കേട്ടോ. ശ്രദ്ധിച്ച് കേട്ടോളൂ. ഇവിടെ ഈ റൂട്ട് ഫോം പ്ലേൻ്റെ ഉള്ളിൽ എന്തുണ്ട് പറ, ഡു ഉണ്ട് അല്ലേ. സി, എല്ലാത്തിൻ്റെ ഉള്ളിൽ എന്തുണ്ടാവും പറ, ഡു ഉണ്ടാവും. സോ അതിന് നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും, V1 ഫോം എന്ന് വിളിക്കാൻ പറ്റും കേട്ടോ. യെസ് ഇട്ട് കൊടുത്താൽ ഡസ് ഫോം കിട്ടുന്നു. ING ഇട്ട് കൊടുത്താൽ നോക്കൂ നിങ്ങൾ, ING ഇട്ട് കൊടുത്താൽ എന്ത് ഫോം കിട്ടും പറ, ING ഫോം കിട്ടുന്ന എല്ലാവർക്കും അറിയാം. പിന്നെ നമുക്ക് എന്താണ്, ഈ പാസ്റ്റ് കിട്ടുന്ന സമയത്തിൽ ഇതിനെ വിളിക്കുന്ന പേരാണ് V2, ഇതിനെ വിളിക്കുന്ന പേരാണ് മക്കളെ പറ V3 എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഡിഡ് കയറിയാൽ V2 എന്നും ഡൺ കയറിയാൽ അതിനെ വിളിക്കുന്ന പേരാണ് V3. ഇനി ഒരു കാര്യം കൂടെ കേട്ടോ കേട്ടോ, ഞാനിവിടെ ഗോ എന്ന് എഴുതി. ഈ ഗോൻ്റെ ഉള്ളിൽ എന്തുണ്ടാവും മക്കളെ പറ, ഡു ഉണ്ടാകും അല്ലേ. ഇനി ഗോൻ്റെ ഉള്ളിക്ക് ഡു കയറിയാൽ അതെന്താ വായിക്കുക, ഗോ അല്ലേ. ഗോൻ്റെ ഉള്ളിക്ക് അങ്ങനെ ഡസ് കയറിയാൽ എന്താ വായിക്കുക മക്കളെ പറ, ഗോസ് അല്ലേ. ഗോൻ്റെ ഉള്ളിക്ക് ഡൂയിങ് കയറിയാൽ എന്താ വായിക്കുക പറ, ഗോയിങ് അല്ലേ. എന്നാൽ ഗോൻ്റെ ഉള്ളിക്ക് ഡിഡ് കയറിയാൽ എന്താ വായിക്കുക, ഗോഡല്ല, വായിക്കൽ എന്താണെന്നറിയോ, വെൻഡ്. എന്താ വായിക്കുക, വെൻഡ്. ഗോൻ്റെ ഉള്ളിക്ക് ഡണ്ണ് കയറിയാൽ എന്താ വായിക്കുക എന്നറിയോ, ഗോൺ
എന്താ വായിക്കാൻ പറ? ഗോൺ. സാർ ഇതെങ്ങനെ കിട്ടിയത്? ഇത് കിട്ടാൻ ഒരു നേക്കുണ്ട്, ശ്രദ്ധിച്ച് കേട്ടോളൂ. ഒരു വെർബിൻ്റെ പാസ്റ്റ് നോക്കിക്കോളട്ടോ. ഞാൻ V1 V2 V3 ഞാൻ കാണിച്ചു തരാം, ശ്രദ്ധിച്ച് കേട്ടോളൂ. ഞാനിവിടെ V1 എഴുതി, V2 എഴുതി, V3 എഴുതി. V1 ആയിട്ട് ഞാനിവിടെ എന്ത് ചെയ്തു? പ്ലേ എന്ന് എടുത്തു കേട്ടോ. ഈ പ്ലേൻ്റെ V2 എന്താണ്? ഡിഡ് കയറിയാൽ എന്തായി മാറുന്നുണ്ട് മക്കളെ പറ? ഡിഡ് കയറിയാൽ അതെന്തായി മാറുന്നുണ്ട്? പ്ലേഡ്. ഡണ്ണ് കയറിയാൽ എന്തായി മാറുന്നുണ്ട്? പ്ലേഡ് അല്ലേ? ഇതെങ്ങനെ കിട്ടിയത്? കിട്ടാൻ ഒരു നേക്കുണ്ട്, ശ്രദ്ധിച്ച് കേട്ടോളൂ. ഒരു വെർബിൻ്റെ പാസ്റ്റ് EDയിൽ അവസാനിച്ചാൽ അതിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്തിൽ അവസാനിക്കും? EDയിൽ അവസാനിക്കും. അത് സാധാരണ ആയതുകൊണ്ട് അതിനെ വിളിക്കുന്ന പേരാണെന്ന് മക്കളെ പറ? റെഗുലർ വെർബുകൾ. എന്ത് വെർബുകൾ എന്ന് വിളിക്കുക? റെഗുലർ വെർബുകൾ. അപ്പോൾ എന്താ റെഗുലർ വെർബ് എന്ന് പറഞ്ഞാൽ? ഒരു വെർബിൻ്റെ പാസ്റ്റ് EDയിൽ അവസാനിച്ചാൽ അതിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ EDയിൽ അവസാനിക്കും. എക്സാമ്പിൾ ഒന്നുകൂടെ നോക്കിക്കോളൂ. ആസ്ക്, അതിൻ്റെ പാസ്റ്റ് എന്താ കിട്ടിയ പറ? ആസ്ക്ഡ്. അപ്പോൾ അതിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്തെന്നെ വരിക പറ? ആസ്ക്ഡ്. ഈസി അല്ലേ? അല്ലേ? അടുത്തത് ഓപ്പൺ എടുത്ത് നോക്കൂ, നിങ്ങൾ പറ ഓപ്പൺ. അതിൻ്റെ പാസ്റ്റ് എന്താ വന്നത് പറ? ഓപ്പൺഡ്. അതിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്താ വരിക പറ? ഓപ്പൺഡ്. ക്ലിയർ അല്ലേ? ഇതാണ് റെഗുലർ വെർബുകൾ. എന്താ റെഗുലർ വെർബ് എന്ന് പറഞ്ഞാൽ? ഒരു വെർബിൻ്റെ പാസ്റ്റ് EDയിൽ അവസാനിച്ചാൽ അതിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്തിൽ അവസാനിക്കും? EDയിൽ അവസാനിക്കും. അത്തരം വെർബുകളെ നമ്മൾ എന്ത് വിളിക്കുന്നു? റെഗുലർ വെർബുകൾ. ക്ലിയർ? ഇനി നോക്കിക്കോളൂ. ഞാൻ V1 V2 V3 എന്ന് എഴുതിയിട്ടോ, ശ്രദ്ധിച്ച് കേട്ടോളൂ. ഞാനിവിടെ ഗോ എന്ന് എഴുതി. അതിൻ്റെ ഡിഡ് കയറിയാൽ അല്ലേ? അതിൻ്റെ പാസ്റ്റ് ഫോം അല്ലേ? എന്ത് ഫോം എന്നാ പറയാ? പാസ്റ്റ്. ഇതെന്താണ്? പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം എന്നാ പറയാം കേട്ടോ. പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. ഓക്കെ, ഇതിനുള്ളിൽ എന്തുണ്ടാവും പറ? ഡണ്ണ് ഉണ്ടാവും. നിങ്ങൾ മനസ്സിലാക്കണേ. ഗോ എന്ന് എടുത്താൽ അതിൻ്റെ പാസ്റ്റ് എന്താ മക്കളെ പറ? വെൻഡ്. അതിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്താണെന്നറിയോ? ഗോണ്. ഇതെങ്ങനെ കിട്ടി? നിങ്ങൾക്ക് വല്ല ഐഡിയ ഉണ്ടോ? ഇല്ല. ഒന്നുകൂടെ കേട്ടോളൂ. ഇപ്പം റൈറ്റ് എന്ന് എടുത്തു, അതിൻ്റെ പാസ്റ്റ് എന്താ വരിക എന്നറിയോ? റോട്ട്. അതിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്താ വരിക എന്നറിയോ? റിട്ടൺ. ഇതെങ്ങനെ കിട്ടിയത്? ഒരു ഓപ്ഷനും ഇല്ല ഇത് കിട്ടാൻ. കാണാണ്ട് പഠിക്കല്ലാണ്ട് വേറൊരു ഓപ്ഷനും ഇല്ല എന്ന്. നോക്കൂ നിങ്ങൾ. ഞാൻ വേറൊന്നുകൂടെ എടുത്തു. എന്താണ്? ഗിവ് എന്ന് എടുത്തു. അതിൻ്റെ പാസ്റ്റ് എന്താണെന്നറിയോ? ഗേവ്. അതിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്താണെന്നറിയോ? ഗിവൺ. അപ്പോൾ ഈ ഗേവ് കണ്ടാൽ അതിൻ്റെ ഉള്ളിൽ ഡിഡ് ഉണ്ടാവും, നിങ്ങൾക്ക് മനസ്സിലാവണം എന്ന്. അപ്പോൾ സാർ ഇതെങ്ങനെ കിട്ടുക? അത് കാണാതെ പഠിക്കണം. എങ്ങനെ പഠിക്കണം പറ? കാണാതെ പഠിക്കണം. അപ്പോൾ കാണാതെ പഠിക്കാൻ വല്ല ഓപ്ഷൻ ഉണ്ട്, ശ്രദ്ധിച്ച് കേട്ടോളൂ. എൻ്റെ മക്കൾ എന്ത് ചെയ്യണമെന്ന് അറിയാം? നോട്ട്ബുക്കിൽ 50 ഇറഗുലർ വെർബ്. ഇത് സാധാരണ അല്ല, ഇത് അസാധാരണ ആയതുകൊണ്ട് അതിനെ വിളിക്കുന്ന പേരാണെന്ന് മക്കളെ പറ? ഇറഗുലർ വെർബ്. എന്ത് വെർബ് എന്നാ വിളിക്കുക? ഇറഗുലർ വെർബ്. എന്ത് വെർബ് എന്നാ വിളിക്കുക പറ? ഇറഗുലർ. ഇത് സാധാരണ ആയതുകൊണ്ട് അതിനെ വിളിക്കുന്ന പേരെന്താണ്? റെഗുലർ. ഇതെന്താണ് വിളിക്കുക? ഇറഗുലർ വെർബ്. അപ്പം 50 ഇറഗുലർ വെർബ് എന്ത് ചെയ്യണം? എൻ്റെ മക്കളെ നോട്ട്ബുക്കിൽ ഉണ്ടായിരിക്കണം. നോട്ട് ഇറ്റ് ഹോംവർക്ക് ആയിട്ട് ഞാൻ തരികയാണ്. 50 ഇറഗുലർ വെർബും 50 റെഗുലർ വെർബും നിങ്ങളുടെ നോട്ട്ബുക്കിൽ എന്ത് ചെയ്യണം? ഉണ്ടായിരിക്കണം. ഉണ്ടെങ്കിൽ നിങ്ങൾ ChatGPT നോക്കാണ്ട്, നിങ്ങൾ നെറ്റ് നോക്കാണ്ട്, നിങ്ങളെ തലയിലുള്ള വെർബുകൾ എടുത്തുകൊണ്ട് എന്ത് ചെയ്യണം? ആദ്യം ഒരു 100 ലിസ്റ്റ് ചെയ്യണം. അപ്പോൾ നോക്കൂ, ഞാനിവിടെ ടീച്ച് ചെയ്യുന്നുണ്ട്, സ്മൈൽ ചെയ്യുന്നുണ്ട്, സ്റ്റാൻഡ് ചെയ്യുന്നുണ്ട്, തിങ്ക് ചെയ്യുന്നുണ്ട്, ലവ് ചെയ്യുന്നുണ്ട്, ലൈക്ക് ചെയ്യുന്നുണ്ട്, റിമെമ്പർ ചെയ്യുന്നുണ്ട്, ഓപ്പൺ ചെയ്യുന്നുണ്ട്, ക്ലോസ് ചെയ്യുന്നുണ്ട് അല്ലേ? ഞാനിവിടെ മൂവ് ചെയ്യുന്നുണ്ട്, ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? സ്പീക്ക് ചെയ്യുന്നുണ്ട്, ഞാൻ പിന്നെ സൗണ്ട് മേക്ക് ചെയ്യുന്നുണ്ട് അല്ലേ? ഞാൻ ആക്ട് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ എന്നെ തന്നെ നോക്കിയാൽ ഞാനിവിടെ ഏകദേശം 50ഓളം പ്രവൃത്തി ചെയ്യുന്നുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്, ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അല്ലേ? ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ലിസൺ ചെയ്യുന്നുണ്ട്, ഞാൻ സീ ചെയ്യുന്നുണ്ട്, ഞാൻ വാച്ച് ചെയ്യുന്നുണ്ട്, അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നുണ്ട് അല്ലേ? ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ 50ഓളം പ്രവൃത്തി ഈ നിൽപ്പിൽ ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ മക്കൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് ഒരു 100 വെർബ് എഴുതിക്കൊണ്ട് അതിൻ്റെ V1 V2 V3 എന്ത് ചെയ്യണം? റെഗുലറും ഇറഗുലറും സ്പ്ലിറ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ നോട്ട്ബുക്കിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കൂ, ഞാൻ എടുത്ത ടോപ്പിക്ക് മനസ്സിലായില്ല നിങ്ങൾക്ക്? ഏതൊക്കെ എടുത്തു നിങ്ങൾ ആലോചിച്ച് നോക്ക്. സബ്ജക്റ്റ് എന്താണെന്ന് ഞാൻ എടുത്തു കഴിഞ്ഞു, സബ്ജക്റ്റ് എടുത്തു. ദെൻ ഓക്സിലറി വെർബ് എന്താണെന്ന് ഞാൻ എന്ത് ചെയ്തു? പറഞ്ഞു കഴിഞ്ഞു. AUXILIARY എന്നാട്ടോ ഓക്സിലറി വെർബ് എന്താണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ദെൻ പിന്നെ ഞാൻ എന്ത് ചെയ്തു? എന്താണ് V1, എന്താണ് V2, എന്താണ് V3 എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇതാണ് ഇംഗ്ലീഷിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ ഗ്രാമർ പക്ക സെറ്റായിരിക്കും. ഈ ക്ലാസ് നിങ്ങളെ മുഴുവൻ ഫ്രണ്ട്സിനും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുത്തോളൂ. ഇനി നോക്കിക്കോളൂ, ഇത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് അറിയോ? നമ്മുടെ ഈ ഒരു ബാച്ചിൽ 6499 MS സൊല്യൂഷൻ്റെ വിത്ത് മെറ്റീരിയൽ, ഇതിൻ്റെ മെറ്റീരിയൽ അടക്കിയ ഒരു ബാച്ച് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ശ്രദ്ധിച്ച് കേട്ടോളൂ. ഫീച്ചേഴ്സ് അറിഞ്ഞോളൂ കേട്ടോ. ലൈവ് ആൻഡ് റെക്കോർഡിംഗ് ക്ലാസ്സസ് ഉണ്ട്. ടെക്സ്റ്റ് ബുക്ക് ലൈൻ ബൈ ലൈൻ നമ്മൾ എടുക്കുന്നത് ലെവൽ 1 ലെവൽ 2 എന്ന് പറയുന്ന പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ MRQ MUQ ഒക്കെ ഉണ്ട്. ചാപ്റ്റർ വൈസ് എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്. സ്പെഷ്യൽ ക്വിക്ക് റിവിഷൻ നോട്ട്സ് ഫോർ ഓൾ സബ്ജക്ട്സ്. ശ്രദ്ധിച്ച് കേട്ടോ. എല്ലാ സബ്ജക്റ്റിനും ഇപ്പോൾ എക്സാം ഓറിയൻറ്റഡ്
പെട്ടെന്ന് എന്തെങ്കിലും പഠിക്കണം, ഒരു സ്പെഷ്യൽ ക്വിക്ക് റിവിഷൻ നോട്ട് ഉണ്ടാവില്ലേ, അത് ഈ ഒരു ചാപ്റ്ററിൻ്റെ പ്രത്യേകത. അത് കൂടാണ്ട് ശ്രദ്ധിച്ച് കേട്ടോളൂ, എക്സ്ക്ലൂസീവ് സയൻസ് മെറ്റീരിയൽ യുണീക്ക് അപ്രോച്ച് ബൈ MS സൊല്യൂഷൻ. നമ്മുടെ MS സൊല്യൂഷൻ്റെ ഒരു പ്രത്യേകമായിട്ടുള്ളൊരു മെറ്റീരിയൽ ഉണ്ട് സയൻസ് സബ്ജക്റ്റിന് മാത്രം. കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി ഉണ്ടാവില്ലേടാ, CE PCMB ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഉണ്ടാവില്ലേ. ഈ വിഷയങ്ങൾക്ക്, സയൻസ് വിഷയങ്ങൾക്ക് മെറ്റീരിയലായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു മെറ്റീരിയൽ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതാണ് നമ്മുടെ ഏത് ബാച്ചിൻ്റെ മെറ്റീരിയൽസ് എന്ന് പറയുന്ന RMS ബാച്ചിൻ്റെ ഒരു പ്രത്യേകത. 6499 രൂപക്കാണ് അത് ജോയിൻ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഏതാ നമ്പർ? 8075125031 അല്ലെങ്കിലോ 7012 then 670055 എന്ന് പറയുന്ന ഈ 2 നമ്പറിൽ കോൺടാക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ബന്ധപ്പെടാൻ പറ്റും. ദെൻ ഫൈനലി ഒരു കാര്യം കേട്ടോളൂ കേട്ടോ, V1 V2 V3 എന്ന് പറയുന്ന ഈ ഒരു കാര്യം ടോട്ടൽ നിങ്ങളുടെ പുസ്തകത്തിൽ എന്ത് വേണം, 100 എണ്ണം എത്ര എണ്ണം വേണം പറ, 100 എണ്ണം നിങ്ങളുടെ പുസ്തകത്തിൽ വേണം. അതിൽ റെഗുലർ വെർബ് എന്ന് പറയുന്നത് എത്ര എണ്ണം വേണം പറ, 50. ഇറഗുലർ വെർബ് എന്ന് പറയുന്നത് 50 എന്നാട്ടോ, അവിടെ 50 എന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇറഗുലർ വെർബ് എത്ര എണ്ണം വേണം മക്കളെ പറ, 50. ഇങ്ങനെ 50 എഴുതി കഴിഞ്ഞാൽ സബ്ജക്റ്റും ഓക്സിലറി വെർബ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ആര് ക്ലാസ് എടുത്താലും നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഗ്രാമറിൻ്റെ ക്ലാസ് മനസ്സിലാവും എന്നുള്ളതാട്ടോ. ബൈ ദ വേ ഫൈനലി നിങ്ങളെ ഞെട്ടിച്ചുകൊണ്ട് ഒരു ബാച്ചും കൂടെ അനൗൺസ് ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. അതാണ് RMSൻ്റെ പ്രീമിയം ബാച്ച്, റിവിഷൻ വിത്ത് MS എന്നൊക്കെ പറയാൻ പറ്റും കേട്ടോ. ശ്രദ്ധിച്ച് കേട്ടോളൂ, ഒരു പ്രീമിയം ബാച്ച് ഉണ്ട് 10ാം ക്ലാസ്സിലുള്ള കുട്ടികൾക്കുള്ള പ്രീമിയം ബാച്ച്. വെറും 9999 രൂപക്ക് കൊടുക്കുന്ന, പെട്ടെന്ന് 999 വായിക്കുക അല്ലേ, അല്ല പിന്നെ 9999 രൂപക്ക് കൊടുക്കുന്ന ഈ ഒരു ബാച്ചിൻ്റെ പ്രത്യേകത എന്ന് പറയാൻ, നിങ്ങളോട് പറയാൻ, ഇതിൻ്റെ മെൻട്രൻ ആരാന്ന് അറിയുന്നത് നിങ്ങൾക്ക്? ഇതിൻ്റെ മെൻട്രൻ MS ആണ്. MS നിങ്ങളെ ആ ഒരു ഗ്രൂപ്പിൽ വന്നുകൊണ്ട് നിങ്ങളോട് എന്ത് ചെയ്യും, കറക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഇത് പഠിച്ചോ ഇല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് MS നിങ്ങൾ എന്ത് ചെയ്യും, കറക്റ്റ് പിന്നെ നിങ്ങളുടെ വാല്യുവേഷൻ നടത്തും. പ്രോഗ്രസ് മോണിറ്ററിങ് ആണ്. നിങ്ങൾ ഓരോ പ്രോഗ്രസ്സും എന്ത് ചെയ്യും, കറക്റ്റ് മോണിറ്റർ ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, മുന്നോട്ട് പോകുന്നത്. ഒരുപാട് ഫീച്ചേഴ്സ് ഈ ഒരു ബാച്ചിനുണ്ട്. കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ എന്ത് ചെയ്യണം, എൻ്റെ മക്കൾ ബന്ധപ്പെട്ട് കണ്ട്. പ്രീമിയം ബാച്ച് എന്ന് പറഞ്ഞാൽ അത് റിസൾട്ട് A+ ഷുവർ ക്ലാസ്സാണ് കൊടുക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അത്രയും ഞങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, മോണിറ്റൈസ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ഇങ്ങനെയൊക്കെ മോണിറ്റൈസ് ചെയ്ത് നിങ്ങളെ പ്രോഗ്രസ് ഞങ്ങളിങ്ങനെ ഓരോന്ന് ഇങ്ങനെ കാണിച്ചു തരും. നിങ്ങളെ പാരൻസിനും കാണിച്ചു കൊടുക്കും. ആ ഒരു പ്രത്യേകത, നിങ്ങളെ പാരൻസിന് നിങ്ങളെ ഗ്രോത്ത് ശരിക്കും കാണാൻ പറ്റും. അതെല്ലാം കണ്ടു കഴിഞ്ഞുകൊണ്ട് A+ നിങ്ങൾ എത്തിക്കുന്നത് വരെ ഞങ്ങൾ എന്ത് ചെയ്യും, നിങ്ങളെ കൂടെ ഉണ്ടാവും എന്നുള്ളതാണ് ഈ ഒരു പ്രീമിയം ബാച്ചിൻ്റെ പ്രത്യേകത. അപ്പോൾ ഏതാണോ നിങ്ങൾ താല്പര്യപ്പെടുന്നത്, ചിലപ്പോൾ അല്ലേ ഫിനാൻഷ്യൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തൊട്ടടുത്താണ് താല്പര്യമെങ്കിൽ അതിലേക്കെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്ത് നമ്മളെ മക്കളാവുക. നിങ്ങളുടെ SSLCയിൽ A+ എത്തുന്നത് വരെ നിങ്ങളുടെ കൂടെ കട്ടക്ക് ഞങ്ങളുണ്ടാവും. ഞാനിവിടെ ഈ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. മാക്സിമം ഫ്രണ്ട്സിലേക്ക് എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക. ടേക്ക് കെയർ, ബൈ. നിങ്ങൾ പഠിക്കണം, നോട്ട് എഴുതാൻ മറക്കരുത്. നോട്ട് എഴുതിക്കൊണ്ട് നമ്മുടെ അടിയിൽ കാണുന്ന ഒരു വാട്സപ്പ് കമ്മ്യൂണിറ്റി ലിങ്ക് ഉണ്ടാവും, ആ ഒരു ചാനൽ എന്ത് ചെയ്യണം, ജോയിൻ ചെയ്യണം. ഇനി 10ാം ക്ലാസ്സിൻ്റെ നിങ്ങളൊക്കെ ഒരുപാട് ഫ്രണ്ട്സ് 10ാം ക്ലാസ്സിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ അവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോ എന്ത് ചെയ്യണം, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. ബൈ. ഞാൻ നിങ്ങളുടെ സ്വന്തം ഷാഫി സാർ, സൈനിങ് ഓഫ്.